വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതാ വിനോദ ആന പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. വളരെ കൃത്യമായ ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. 20 മണിക്കൂറായി കിണറ്റിൽ അകപ്പെട്ട് കിടന്ന കാട്ടാന അത് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വനം വകുപ്പിൻ്റെ വലിയ ദൗത്യം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ 10 മണി കഴിയുമ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. വലിയ ദൗത്യം തന്നെ വനം വകുപ്പിന് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 20 മണിക്കൂറോളം ആ കിണറ്റിൽ കുടുങ്ങിക്കിടന്ന ആന, അത് വലിയ വലിപ്പമുള്ള ആനയല്ല, ചെറിയ ആനയാണ്. ആ കൊമ്പൻ ആന, ആ കുട്ടിക്കൊമ്പൻ ആന പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ആ കിണറ്റിൽ നിന്നും പുറത്ത് ഇറങ്ങിയിരിക്കുന്നു. JCB ഉപയോഗിച്ച് ആ കിണറിൻ്റെ മണ്ണിടിച്ചുകൊണ്ടാണ് വനം വകുപ്പിൻ്റെ 60 അംഗ സംഘം വലിയ ദൗത്യം തന്നെ പൂർത്തിയാക്കി. ആന വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ, വലിയ പരിക്കുകളൊന്നുമില്ലാതെ ആന രക്ഷപ്പെട്ടിരിക്കുന്നു. രക്ഷാ ദൗത്യം സമ്പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റിയ ശേഷമാണ് ആനയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. ഇത് വനം വകുപ്പിൻ്റെ വലിയ ദൗത്യം വളരെ വിജയകരം തന്നെ ആയിരുന്നു എന്ന് പറയാം. അല്ലേ ദിസ്ന, അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും വിനോദ്. ഊർങ്ങാട്ടിരിക്കുന്ന ഇനിയുള്ള രാത്രി ഇനിയുള്ള നിമിഷങ്ങൾ ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏറെ നീണ്ടു നിന്ന 20 മണിക്കൂർ നീണ്ട ദൗത്യത്തിനിടയിലാണ് ഇതാ ഉൾവനത്തിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഏവരും ശ്വാസം അടക്കി പിടിച്ച മണിക്കൂറുകളായിരുന്നു കടന്നുപോയത് എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. കാരണം 4-5 തവണ ഇത് പുറത്തേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുന്നു, പക്ഷേ കഴിയാതെ വീണ്ടും കിണറ്റിനുള്ളിലേക്ക് പോകുന്ന ദാരുണമായ ദൃശ്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതാ ഉറങ്ങാട്ടിരിക്കുന്ന ഇനിയുള്ള മണിക്കൂറുകൾ ആശ്വാസത്തിൻ്റെത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 60 അംഗ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ആന ഉൾവനത്തിലേക്ക് കയറി നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് ആന ചികിത്സകനും വിദഗ്ധനുമായിട്ടുള്ള മൃഗ ഡോക്ടർ ഈസ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ ഈസ, ഇത് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാട്ടാന, അതായത് കുട്ടി കൊമ്പൻ, അത് ഒരു കിണറ്റിലകപ്പെട്ടു. 20 മണിക്കൂറോളം കിണറ്റിലകപ്പെട്ട ആനയെ ഇപ്പോൾ വനം വകുപ്പ് പ്രത്യേക ശ്രമത്തിലൂടെ ആനയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വലിയ പരിക്കുകളൊന്നുമില്ല. ഈ ആന പൂർണ്ണ ആരോഗ്യത്തോട് തന്നെ കാട്ടിലേക്ക് തന്നെ കയറി പോകുന്നു. ആനയുടെ ആരോഗ്യത്തിൽ ഇനി ആശങ്കയ്ക്ക് വഴിയുണ്ടോ ഡോക്ടർ ഈസ? തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഞാൻ മൃഗ ഡോക്ടറല്ല, ഞാനൊരു ശാസ്ത്രജ്ഞനാണ്. ആനകളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ശരി, അങ്ങനെ ആവട്ടെ. ഏഷ്യൻ എലിഫന്റ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിലെ അംഗമാണ്. നമ്മള് ഈ ആന ഇത്ര അവശനാകാനുള്ള ഒരു കാരണം, നമ്മൾ വിലപ്പെട്ട ചില സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഏതൊരു ജീവിയും അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലുണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിപ്പോ ഒരു ഭാഗ്യവശാലാണ് ഈ ആന മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. അതിന് എന്തെങ്കിലും മറ്റ് പരിക്കുകൾ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ വെറ്ററിനറി സർജന്മാര് നോക്കുന്നുണ്ടാകും, അറ്റ്ലീസ്റ്റ് ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണം നടത്തുന്നുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പുറത്തേക്ക് പോയിട്ട്. പക്ഷേ ആ വഴിയിലൊക്കെ നമ്മൾ ജനങ്ങളെ ഒന്ന് മാറ്റേണ്ടി വരും. കാരണം ഇതിനെ ഓടിക്കരുത്, ബുദ്ധിമുട്ടല്ലാക്കരുത്. ഈ സമ്മർദ്ദമേറുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഏത് മനുഷ്യർക്ക് പോലും ഉണ്ടാകും. സമ്മർദ്ദം, ഈ ആളുകൾ പുറകെ വന്ന് കൂകി വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഓടാതെ, അതൊക്കെ ഒന്ന് ഇല്ലാതിരുന്നാൽ അത് ശാന്തമായിട്ട് അതിന്റെ വഴിയിലൂടെ, വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇവിടെ എനിക്ക് തോന്നിയിട്ടില്ല, നമ്മുടെ മലയാളിയുടെ ഒരു സംസ്കാരത്തെ പറ്റിയാണ് എനിക്ക് സങ്കടം തോന്നിയത്. നമ്മള് മനുഷ്യരെ ഏതെങ്കിലും പ്രസംഗത്തിൽ അപകടം പറ്റിയോ അല്ലെങ്കിൽ അല്ലാതെയോ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം വെച്ചിട്ട് നമ്മൾ വിലപേശുന്നു. അതേപോലെയാണ് ആന ഒരു മൃഗം, അതൊരു കുഴിയിൽ വീഴുന്നു അല്ലെങ്കിൽ കിണറിൽ വീഴുന്നു, അത് വെച്ചിട്ട് നമ്മൾ വിലപേശുന്നു. വളരെ വളരെ കഷ്ടമുള്ള ഒരു ഒരു സംഭവമാണ് ഇതൊക്കെ. നമ്മൾ എങ്ങനെയാണ് ഈ സംസ്കാരത്തിലേക്ക് പോയെന്ന് എനിക്കറിയില്ല. എന്ത് സംഭവങ്ങളും നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വിലപേശേണ്ടിയിരുന്നോ എന്നുള്ളത് അവിടുത്തെ ആളുകൾ ഒന്ന് ചിന്തിക്കാനാണ്. പ്രത്യേകിച്ച് ചില ജനപ്രതിനിധികളെന്ന് പറയുന്ന ആളുകൾ പോലും പറയുന്ന കാര്യങ്ങൾ കേട്ടു. അത് ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ പാടില്ല. അവരാണ് വാസ്തവത്തിൽ നല്ല കാര്യങ്ങളും മറ്റ് ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ തന്നെ ഈ ഒരു രീതിയിൽ പെരുമാറുന്നതും ജനങ്ങളുടെ ഒപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചില സംഭവങ്ങളായിരിക്കാം ചെയ്യുന്നത്. പക്ഷേ അത് മറ്റ് ജനങ്ങളും കൂടി കാണുന്നുണ്ടെന്നുള്ളത് കൂടി ഒന്ന് ഇവരെ ആലോചിക്കേണ്ടതാണ്. താങ്ക് യു. അതെ, അങ്ങനെ തന്നെയാണ്. ആന പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ അത് വനത്തിൽ ഇനി അതിന് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ആനകളുടെ ജീവശാസ്ത്രത്തെ പറ്റി പഠിച്ചിട്ടുള്ള ഈസ നമ്മളോട് ഈ സമയം പങ്കുവച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആന പൂർണ്ണ ആരോഗ്യത്തോട് തന്നെ കാട്ടിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ ദിസ്ന കൂടി ചേരുന്നു. ദിസ്ന, ഈ ആന
ആന കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് അത് കാട്ടിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ. സ്വാഭാവികമായി ഈ ആനയ്ക്ക് കുഴിയിൽ വീണ സമയത്ത് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? അത്തരത്തിലുള്ളൊരു പരിശോധന അവിടെ അസാധ്യമാണെന്ന് തോന്നുന്നു. കാരണം ആനയെ കൃത്യമായി നിരീക്ഷിക്കാൻ ഉള്ളൊരു സമയം ലഭിച്ചിട്ടില്ല. ആന പുറത്തേക്ക് വരുമ്പോൾ ആനയെ അങ്ങനെ തടങ്കലിലാക്കാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ആന പൂർണ്ണ സ്വതന്ത്രനായി തന്നെ കാട്ടിനുള്ളിലേക്ക് ഉൾവലിയുന്ന ദൃശ്യങ്ങളാണ് ഈ രാത്രിയിൽ നമുക്ക് നിലവിലുള്ള വെളിച്ചം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആന പുറത്തേക്ക് സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ആനയ്ക്ക് വലിയ പരിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. വലിയ വലിപ്പമില്ലാത്ത ഒരു കുട്ടിക്കൊമ്പൻ ആണ് ആ കിണറ്റിൽ വീണുപോയത്. എന്തായാലും വനം വകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തി മയക്കുവെടി വെക്കാതെ തന്നെ ഈ ആനയെ പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ മയക്കുവെടി വെച്ചിരുന്നെങ്കിൽ ഈ ആന ചിലപ്പോൾ അതിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും മണിക്കൂർ 20 മണിക്കൂറോളം കിണറ്റിൽ കിടന്ന ആനയാണ്. ആ ആനയാണ് കിണറിടിച്ചുകൊണ്ട് JCB മണ്ണുമാന്തി ഉപയോഗിച്ച് ആ കിണർ കൃത്യമായി ഇടിച്ച് ആനയ്ക്ക് പുറത്തേക്ക് സ്വതന്ത്രമായി പുറത്തേക്ക് കയറി വരാനുള്ള എല്ലാ പാതയും ഒരുക്കിയത് വനം വകുപ്പാണ്. വനം വകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ ദൗത്യ നിർവഹണം നടത്തിയെന്ന് തന്നെ പറയാം. അതിനുവേണ്ടി അവർ 60 അംഗ ടീമിനെ തന്നെ ഈ രാത്രിയിലും അവിടെ അതിനുവേണ്ടി സജ്ജരാക്കിയിരുന്നു. സമ്പൂർണ്ണമായി അവരുടെ പ്രവർത്തനം കൊണ്ട് ഒന്നു മാത്രമാണ് ആന രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഈ രാത്രിയിലും ആ ആന കുഴിയിൽ തന്നെ അകപ്പെട്ട ആ കിണറ്റിൽ തന്നെ കിടക്കേണ്ട സാഹചര്യം വരുമായിരുന്നു. പക്ഷേ അങ്ങനെ കിടക്കുമ്പോൾ ആനയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കി കൃത്യമായി രാത്രിയിൽ തന്നെ ആനയെ പുറത്തെത്തിക്കണം എന്നുള്ള വലിയ ഒരു ദൗത്യം കൃത്യമായി ആ ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് തന്നെ വനം വകുപ്പ് കൃത്യമായ സേവനങ്ങൾ അവിടെ നടത്തി. അവർ കൃത്യമായി ഇടപെട്ടു. രാത്രിയിലും ആ വനത്തിൽ കൃത്യമായി വെളിച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ നാട്ടിലെ ആളുകളെ അവിടുന്ന് മാറ്റി അവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തി മാധ്യമങ്ങളെ മാത്രം സാക്ഷിയാക്കി കൃത്യമായി അവിടെ മയക്കുവെടി ഒന്നും വെക്കാതെ ഈ ആനയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്.